ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നലത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇന്നലെയും മെനിഞ്ഞാന്നും റീ എൻട്രിയുടെ ദിവസമായിരുന്നു. ഇന്നും റീ എൻട്രി ഉണ്ട്, കുറച്ച് പേര് കയറാനുണ്ട്. വളരെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്നൊരു വീട്. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷത്തോടെ ആദില, നൂറ, അനുമോൾ ഇവർ 3 പേരും ഭയങ്കര കമ്പനി അടിച്ച് ജോളിയായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു വീക്കായിരുന്നു. അതോടൊപ്പം തന്നെ അക്ബറും, നെവിനും, ഷാനവാസും, അനീഷും ഇവർ 4 പേരും അവരുടെ ഒരു വൈബ് അടിച്ച് പോകുന്ന ഒരു വീക്കായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ബിഗ് ബോസിനൊരു തോന്നൽ, ഇതുവരെ ഈ കഴിഞ്ഞ 6 സീസണിലും ഇല്ലാത്ത ഒരു റീ എൻട്രി ഈ പ്രാവശ്യം കൊടുത്തേക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച ഇവരങ്ങ് താമസിപ്പിക്കാം. എന്തിനാണ്? സന്തോഷം മാത്രം പോരല്ലോ ബിഗ് ബോസിൽ, കുറച്ച് അടിപിടിയൊക്കെ വേണ്ടേ? അതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു. എല്ലാ പ്രാവശ്യവും വെള്ളിയാഴ്ച റീ എൻട്രി വയ്ക്കും, ശനിയാഴ്ച സ്റ്റേ ചെയ്യും, ഞായറാഴ്ച അവർ ഫൈനൽ കഴിഞ്ഞ് പുറത്തു പോകും. ഇനി റീ എൻട്രി കയറുന്ന ആൾക്കാർ, അതായത് എവിക്റ്റായി പോയ ആൾക്കാർ തിരിച്ച് വരുമ്പോഴാണല്ലോ അതാണ് റീ എൻട്രി എന്ന് പറയുന്നത്. ഇവർ വരുന്നത് ഈ നിലവിലുള്ള ആൾക്കാരൊന്ന് ചിയറപ്പ് ചെയ്യാനും അവരൊന്ന് കൺഗ്രാറ്റ്സ് പറയാനും അവരൊന്ന് ഓൾ ദി ബെസ്റ്റ് പറയാനൊക്കെ വേണ്ടിയാണ്. പക്ഷേ ഇപ്രാവശ്യം കംപ്ലീറ്റ്ലി മാറി. വന്ന ആൾക്കാർ ആർക്ക് വേണ്ടിയാണോ എന്തോ ഗെയിം കളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് ഗുണമില്ല എന്തായാലും. തമ്മിലടിയുടെ ബഹളം, ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെ ബഹളത്തോട് ബഹളം. ഇന്നലെയാണെങ്കിൽ ബിൻസി അപ്പാനി ആ ഒരു കോംബോ വിഷയം ഭയങ്കര ചർച്ച. ബിൻസി ഫയറായി, അപ്പാനി എന്താ പറയുക, ഓരോ സമയത്ത് ഓരോ രീതിയിലാണ് പെരുമാറുന്നത്. അനുമോളെ ഒറ്റയ്ക്ക് കിട്ടുമ്പം മോളെ എന്താ മോളെ ഇത്, നീ അങ്ങനെ പറയുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന അപ്പാനി പെട്ടെന്ന് ബിൻസിയെ കാണപ്പം നീ എന്താടി കാണിച്ച, നീ കാരണം എനിക്ക് കുടുംബത്തിൽ കയറാൻ വയ്യ അതോട് എന്നും പറഞ്ഞിട്ട് ആ രീതിയിൽ. അതായത് ഒരു സൈഡിൽ അപ്പാനി സൈലൻ്റ് ആയിട്ട് പാവം പോലെ സംസാരിക്കുമെങ്കിൽ ബിൻസിയെ കാണുമ്പോഴേക്കും അപ്പാനിയുടെ ശൈലി അങ്ങ് മാറുകയാണ്. ഈ രീതിയിലാണ് അവരുടെ ഒരു പോക്ക് പോയത്. പക്ഷേ ശരിക്കും ഇവരുടെ കോംബോ, ഇവരുടെ ആ ഒരു ട്രാക്ക് പുറത്ത് പബ്ലിഷ് ചെയ്തത് ആരാണ്? ഇതാണ് ഇന്നലത്തെ ചോദ്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ബിൻസി അപ്പാനി തമ്മിലുള്ള ആ ഒരു കോംബോ, അപ്പാനി എവിക്റ്റായി പോകുന്ന സമയത്തൊക്കെ ബിൻസി വന്നിട്ട് അപ്പാനിയെ കെട്ടിപ്പിടിക്കുന്നതും അല്ലെങ്കിൽ കവിളിൽ ഉമ്മ കൊടുക്കുന്നതും അതൊക്കെ ഒരു സംസാരമായ വിഷയമാണ്. ശരിക്കും അത് സംസാരമായത് ഹൗസിനകത്ത് മാത്രമല്ല. ഹൗസിൽ ഇത് സംസാരിച്ചത് അനുമോളാണെന്നാണ് ധാരണ. നിങ്ങളുടെ അഭിപ്രായത്തിൽ അനുമോളാണോ? ഒരുപാട് വീഡിയോകൾ പുറത്ത് വരുന്നുണ്ട്, നമുക്ക് അതൊക്കെ പ്ലേ ചെയ്യാം. അനുമോൾ അല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ കണ്ട വീഡിയോകൾ വെച്ചിട്ട് ഒരിക്കലും അനുമോൾ അല്ല ആദ്യം ഇത് പുറത്ത് പറയുന്നത്. അനുമോളുടെ കൂടെ നടക്കുന്ന ടീമുകൾ തന്നെയാണ്. ശരിക്കും കട്ടപ്പ എന്ന പേരൊന്നും പോരാ ശൈത്യയ്ക്ക്. കഴിഞ്ഞ ദിവസം ഞാൻ കാളകൂടം എന്നുള്ള പേര് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതും നിൽക്കത്തില്ല. ഇത് അതുക്കും മേലെ കൂടിയ ഏതോ ഒരു ഇനമാണ്. പേര് പുതിയതായിട്ട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഏത് യൂണിവേഴ്സിൽ പോയാൽ ആ പേര് കിട്ടുന്നുള്ളതെന്ന് എനിക്കറിയില്ല. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലേ? ആരാണ് ഈ വിഷയം സംസാരിക്കുന്നത്? ആദ്യം നമുക്ക് ഇന്നലത്തെ വിഷയം എന്താണ്. ബിൻസി ശരിക്കും പറഞ്ഞാൽ അനുമോളെ കൊല വിളിക്കാൻ വേണ്ടിയുള്ള ദേഷ്യത്തിലൂടെയാണ് നിന്നത്. പക്ഷേ എനിക്ക് അനുമോളുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പല ആൾക്കാരും ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാമായിരിക്കും, കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വരെ ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അനുമോൾ എനിക്ക് പേഴ്സണലി അറിയുന്നൊരു കുട്ടിയാണ്, ഭയങ്കര സോഷ്യലായിട്ട് പെരുമാറുന്ന, എല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്ന കുട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനുമോളെ. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് എനിക്ക് തോന്നുന്നു നെവിൻ അനുമോളുടെ ബെഡിൽ വെള്ളം എടുത്ത് ഒഴിക്കുന്നവരെ ഞാൻ അനുമോളെ കുറിച്ച് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല, ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അനുമോൾ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാറേ ഉള്ളൂ. നെവിൻ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ച ആ മൊമെന്റ് മുതൽ ഞാൻ അനുമോളെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. അതിന് കാരണം ആ ഒരു കുട്ടി അത്രമാത്രം ആ ഹൗസിൽ കിടന്ന് സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അനുമോളുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതൊന്നും ഇല്ലെന്ന് പറയാനില്ല. ഇപ്പൊ ആര്യൻ, ജിസൽ വിഷയം, അതിനകത്ത് ചാനൽ ആ വീഡിയോകൾ മുഴുവൻ വിടുവാണെങ്കിൽ മാത്രമേ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അനുമോൾ കണ്ടോ അനുമോൾ കണ്ടില്ലോ, എന്തായാലും അത് അനുമോളുടെ ഭാഗത്ത് വന്നൊരു തെറ്റാണെങ്കിൽ അങ്ങനെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ അല്ലെങ്കിൽ പല രീതിയിലും പലരെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങൾ ഇതെല്ലാം തെറ്റാണ്. പക്ഷേ അനുമോൾ ഇതുവരെയും ആരെയും ബാക്ക് സ്റ്റാപ്പ് ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ശൈത്യ ആയിക്കോട്ടെ, ആദിലായിക്കോട്ടെ, നൂറായിക്കോട്ടെ, ഇവരെ കുറിച്ച് ഒരു കുറ്റവും അനുമോൾ ആവശ്യമില്ലാണ്ട് എല്ലായിടത്തും പോയി പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവർ ചെയ്തിട്ടുണ്ട്. നെവിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും നെവിൻ അനുമോളോട് ആ വിഷയം സംസാരിച്ച് സോൾവ് ചെയ്തു. അപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം കൂട്ട ആക്രമണം. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി, പെൺകുട്ടി എന്നുള്ള ഒരു കൺസിഡറേഷൻ മാറ്റി വയ്ക്കുക, ഒരു വ്യക്തി, ആ വ്യക്തി സർവൈവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സമയത്ത് കുറേ എണ്ണം ഒരുമിച്ച് കയറി വന്നിട്ട് ചെന്നായ്ക്കളെ പോലെ കൂട്ടമായിട്ട് ആക്രമിക്കുന്ന ഒരു രീതി. അതുകൊണ്ട് തന്നെയാണ് അനുമോൾക്ക് കപ്പ് കിട്ടണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. അനുമോൾക്ക് PR ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ ORM ഉണ്ടായിക്കോട്ടെ, എന്ത് മണ്ണാകട്ടുണ്ടായിക്കോട്ടെ, പക്ഷേ ആ കുട്ടി ഇവരുടെയൊക്കെ മുന്നിൽ കപ്പ് അടിച്ച് ആ കപ്പും തൂക്കി നടക്കുന്നതൊന്ന് കണ്ടാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അത് എത്രമാത്രം പോസിബിൾ ആവുമെന്ന് എനിക്ക് അറിയില്ല. കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ് അനുമോൾ കപ്പ് അടിക്കണം എന്നുള്ള രീതിയിൽ. കാരണം അത്രമാത്രം ആ കുട്ടി സർവൈവ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ സർവൈവൽ ഗെയിമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർവൈവ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ്. വരുന്നവനും പോകുന്നവനും എല്ലാം കയറി അടിക്കുകയാണ്. പക്ഷെ ഇന്നലെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, അനുമോൾ ഒരു അക്ഷരം ഈ പറയുന്ന കൂട്ടത്തിൽ ഇരുന്നിട്ട് സംസാരിച്ചില്ലെന്നുള്ളതാണ്. ഷൈറ്റെ വിളിച്ചു സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം എനിക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇന്നലെ വേണമെങ്കിൽ അനുമോൾക്ക് പറയാമായിരുന്നു, ഈ കൂട്ടത്തിനകത്തിരുന്നിട്ട് അനുമോൾക്ക് പറയാമായിരുന്നു, ആ വിഷയം സംസാരിച്ചത് ഞാനല്ല, ഞാനവിടെ ഉണ്ടായിരുന്നു,
പക്ഷേ അവിടെ സംസാരിച്ചത് ശൈത്യയാണ്. ആദിലിൽ നൂറി അതിന് കൂടെ നിന്നു ഷാനവാസിനോട് സംസാരിക്കുമ്പോൾ. ഞാൻ ആ വീഡിയോ ഇപ്പോൾ പ്ലേ ചെയ്യാൻ പോവാണ്. അനുമോൾക്ക് വേണമെങ്കിൽ അത് പറയാമെന്ന്, പക്ഷെ അനുമോൾ പറഞ്ഞില്ല. അതാണ് ആ കുട്ടിയുടെ ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നത്. അവൾ ഇതുവരെയും ഒരാളെയും ഇട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ശൈത്യ പറയുന്നത് എന്താണ്? നീ എന്നെ ഇട്ട് കൊടുത്തു, ശൈത്യയല്ലേ അത് ചെയ്തത്. ഞാൻ അതിൻ്റെ തെളിവും വയ്ക്കാം. ശൈത്യ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കണ്ടത്, നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ നീ എന്നെ അങ്ങനെ കണ്ടിട്ടില്ല. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നെങ്കിൽ നീ എന്നെ കുത്തില്ലായിരുന്നു. പക്ഷെ കുത്തിയത് ആരാണ്? ദ റിയൽ കട്ടപ്പ. ആ പേര് പറഞ്ഞാൽ കട്ടപ്പയ്ക്ക് പോലും നാണക്കേടാണ്. ഞാൻ ഇതുവരെയും ഒരു വ്യക്തിയെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല, എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ ഇവിടെ ഇതുപോലൊരു സുഹൃത്ത് ഒരാൾക്കും കിട്ടല്ലെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു ശത്രുവിന് പോലും ശൈത്യനെ പോലൊരു ഫ്രണ്ടിനെ കിട്ടരുത്. കാര്യം സ്വന്തം കാര്യം നേടാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്നൊരു വ്യക്തി. അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ശൈത്യനെ ഫീൽ ചെയ്യുന്നത്. നമുക്കറിയാം അമൃത ടിവിയുടെ ഒരു പ്രോഗ്രാമിൽ, എനിക്ക് ആ പ്രോഗ്രാമിന്റെ പേരറിയില്ല, 5ാം സ്ഥാനം വന്നു എന്നും പറഞ്ഞിട്ട് ഈ ഫൈനലിലെ പെർഫോമൻസ് കണ്ടിട്ടാണല്ലോ പ്ലേസ്മെന്റ് കൊടുക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഒരു പക്ഷേ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. 5ാം സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ശ്വേതാ മേനൻ എന്ന് പറയുന്ന ആക്ട്രസ്, സമൂഹത്തിൽ കുറച്ചുപേരെങ്കിലും അവർ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ആ ഒരു ആക്ട്രസിനെ അവഹേളിക്കുന്ന ലെവലിൽ കൊടുത്ത മൊമെന്റോ അല്ലെങ്കിൽ ട്രോഫി മേടിക്കാതെ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയ വ്യക്തികളാണ്. ഇവരെ കലാകാരികൾ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. ഇവർക്ക് എവിടെയും മുന്നിട്ട് നിൽക്കണം, എവിടെയും സ്റ്റാർഡം ഉണ്ടാവണം. ആ ലെവലിൽ ചിന്തിച്ചാണ് ബിഗ് ബോസിൽ വരുന്നത്. പക്ഷെ അവിടെ ഒന്നും ആവാതെ ഷൂ പോലെ ഇറങ്ങിപ്പോയിന്റ് വന്നു. അതിന്റെ ഫ്രസ്ട്രേഷൻ, അതിന്റെ അസൂയ, അതിന്റെ ഗ്രഡ്ജ്, ഇതെല്ലാം ഇവർക്ക് അനുമോളോടുണ്ട്. എങ്ങനെയാണ് 36 ദിവസം ശൈത്യ അവിടെ നിന്നുള്ളത്? ഈ പറയുന്ന അനുമോളുടെ PR എന്ന് പറയുന്ന വ്യക്തി, എനിക്ക് അനുമോൾ PR കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും എനിക്കറിയില്ല, എൻ്റെ അറിവിലുള്ള വിഷയങ്ങളുമല്ല. വിനു എന്ന് പറയുന്ന അനുമോളുടെ ഫ്രണ്ട്, അയാൾ പറയുന്നുണ്ട് ശൈത്യയുടെ അച്ഛൻ 1.5 ലക്ഷം രൂപയാണ് അയാൾക്ക് കൊടുത്തത്. എന്തിനു വേണ്ടി? ശൈത്യനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി. ഒരു മാസം ശൈത്യയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയും ശൈത്യയ്ക്ക് വേണ്ടി അവിടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പൊ ശൈത്യയ്ക്ക് PR ഉണ്ടായിരുന്നു. എന്നിട്ടാണ് അനുമോളെ വന്നിട്ട് ശൈത്യ ഇത്രയും ബാക്ക് സ്റ്റാബ് ചെയ്തതും ഇത്രയും കുത്തി പറയുന്നതും പുറത്തുനിന്ന് തിരിച്ചു ചെന്നിട്ടും. നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് പോകാം. ആരാണ് റിയൽ കട്ടപ്പ? അതിനു മുന്നേ ഇന്നലത്തെ വിഷയം, ഇന്നലെ എന്താണ് ബിൻസി അനുമോളോട് സംസാരിച്ചത്? ബിൻസിയുടെ ആ ഒരു ചാട്ടമൊക്കെ നിങ്ങൾ കാണണമായിരുന്നു, കണ്ടു നോക്കാം. എന്റെ അനു അനീഷിന്റെ അടുത്ത് എന്താ കാണിച്ചത്? കൈയും കലാശം കാണിച്ച് ഈ ചായാന്ന് വിളിച്ച് ഇങ്ങനെ ഈ അപ്പായുടെ അടുത്ത് പോയി ഇരിക്കുന്നതും അപ്പായുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു വർത്താനം എന്നോട് പറയൂ. ഉണച്ചി നിമ്മാതിരി ചെറ്റ വർത്താനം നിങ്ങൾ രണ്ടും പറഞ്ഞിരുന്നെങ്കിൽ കൈ വെച്ചിട്ട് എന്നോട് ഇറങ്ങി പോകുന്നത്. നിന്റെ കഴിവുകൊണ്ടല്ലാരും ഇവിടെ ഇരിക്കുന്നത്, പുറത്ത് പൈസ എണ്ണിക്കൊടുത്തോണ്ട് മാത്രമാണോ ഇരിക്കുന്നത്? അപ്പോ ഇതിനകത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ബിൻസി പറയുന്ന കാര്യങ്ങൾ. ഞാൻ ഇതിനകത്ത് ഉള്ളപ്പോഴാണ് നീ ഇത് പറഞ്ഞെങ്കിൽ നിന്നെ തല്ലിയിട്ട്, നിന്നെയും ഷാനവാസിനെയും. പക്ഷേ ഇക്കാര്യം ഷാനവാസിനോട് ബിൻസി പറയുന്നില്ല. നിങ്ങൾ ആലോചിക്കണം, ബിൻസി അവിടെ കയറിയിട്ട് 2 ദിവസമായി. അനുമോളോട് ചാഞ്ഞു നിൽക്കുന്ന മരമാണോ? അനുമോളോട് മാത്രം ചോദിക്കാനും അനുമോളോട് മാത്രം തട്ടിക്കയറാനും എന്തുകൊണ്ട് ഷാനവാസിനോട് ചോദിച്ചില്ല? ഷാനവാസിന്റെ അടുത്തേക്ക് പോലും ബിൻസി പോകുന്നില്ല. എനിക്കയാളെ കാണണ്ട. എന്തുകൊണ്ടാണ്? ഷാനവാസിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഷാനവാസ് കണക്കിന് മറുപടി കൊടുക്കും, അതുകൊണ്ട് അങ്ങോട്ട് പോകത്തില്ല. പേടിയാണ്, വേറൊന്നുമല്ല. അനുമോളാകുമ്പോൾ പറഞ്ഞു നിൽക്കില്ലല്ലോ. കാര്യം ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോകളിലെല്ലാം പറയുന്നൊരു കാര്യമാണ്, അനുമോൾക്ക് സംസാരിച്ച് എന്താണ് പറയാൻ വരുന്നത് അത് കൺവേ ചെയ്യാൻ അറിയില്ല. അത് ആ കുട്ടിയുടെ ഡ്രോബാക്ക് ആയിരിക്കും. പറയുന്ന കാര്യം അവർക്ക് കൺവേ ആവില്ല. ഇനി പറഞ്ഞാൽ പോലും അവർ വിശ്വസിക്കുമോ, സമ്മതിക്കുമോ? അതിനും ഭേദം എന്താണ്? മിണ്ടാതിരിക്കുക. ഇവിടെയും പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇവർ സമ്മതിക്കുന്നില്ല. അതിനിടയ്ക്ക് അക്ബർ എവിടുന്നോ ഓടി വരികയാണ്. അക്ബറിന്റെ ഗെയിം അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തീപ്പൊരി കാണുമ്പോൾ അവിടെ വന്ന് ഊതി കൊടുക്കുക. ഇത് അക്ബറിന്റെ ഒരു രീതിയാണ്. ബിൻസി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദില ഇടയ്ക്ക് കയറിയിട്ട്, ഓ നീ ഇത്രക്കാരിയായിരുന്നോടി നുണച്ചി. 2 ദിവസം മുന്നേ വരെ, അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ ഹാർട്ട് ലാലേട്ടൻ ആ ഒരു ലവിൻ്റെ ആ പില്ലോ പോലത്തെ സാധനം കൊടുക്കാൻ വേണ്ടി ആദിലയുടെ എടുത്തപ്പോൾ ആദില അത് കൊടുത്തത് ആർക്കായിരുന്നു? അനുമോൾക്ക്. നൂറെ ആർക്കാ കൊടുത്തത്? അനുമോൾക്ക്. അനുമോൾ ആർക്കാ കൊടുത്തത്? ആദിലയ്ക്ക്. എൻ്റെ ഹാർട്ട് ഇവളിൽ ഭദ്രമായിരിക്കുമെന്ന് പറഞ്ഞ ആദില, അതേ ആദിലയുടെ നാവിൽ നിന്ന് വന്ന വാക്കാണ് എടി നുണച്ചിന്ന്. ഇവരെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? എനിക്ക് ആദില നൂറ് ആ 2 വ്യക്തികളോടും ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു. കാരണം അവർ സൊസൈറ്റിയിൽ ഒരുപാട് സർവൈവ് ചെയ്ത് ജീവിച്ച് വന്ന 2 പെൺകുട്ടികളായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കാണിക്കുന്ന ഈ രീതികൾ, ഈ സ്വഭാവം, അതായത് കൂടെ നിൽക്കുന്ന ഇവരെ എങ്ങോട്ട് തിരിച്ചു വെച്ചാലും അവർ അങ്ങോട്ട് തിരിച്ചിരിക്കും. അതാണ് ഇവരുടെ രീതി. അനുമോളുടെ ഭാഗത്തേക്ക് തിരിച്ചു വെച്ചാൽ അനുമോൾ പറയുന്ന മുഴുവൻ കേട്ടിട്ട് നിന്റെ ഭാഗത്താണ് ന്യായം. വേറെ ആരെങ്കിലും വന്നിട്ട് അവരങ്ങനല്ല കേട്ടോ, അത് ശരിയല്ല, അവർ കാണിക്കുന്ന ഒട്ടും ശരിയല്ല. ശരിയായിട്ടാ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇതാണ് ആദിലയുടെയും നൂറയുടെയും രീതി ഞാൻ മനസ്സിലാക്കിയത്. അവർക്ക് സ്വന്തമായിട്ട് നിലപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ റീഎൻട്രി കയറി വന്ന ആൾക്കാർ ഇപ്പൊ അവരുടെ കൂടെയാണ് കൂടിയിരിക്കുന്നത്. ഇതുവരെ, അതായത് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് അവരുടെ പുറകെ അവർ അനുമോളുടെ പുറകെ ഇങ്ങനെയായിരുന്നു. ശരിക്കും പട്ടായ ഗേൾസ് എന്ന് പറയുന്നത് ആ ലെവൽ, ആ വൈബിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് റീഎൻട്രി വരുന്നത്. നിമിഷം കൊണ്ടാണ് കാലുമാറുന്നത്.
എങ്ങനെ പറ്റുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനൊരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് ആ പ്രാങ്ക്, ഷാനവാസിന് ബിഗ് ബോസ് കൊടുത്ത പ്രാങ്ക്, ആദിലെ എവിക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ആ പ്രാങ്കിൽ ആദില പോകുന്ന സമയത്ത് നൂറയും ആദിലയും കൂടി ഷാനവാസിനെ എത്രമാത്രം ഇൻസൾട്ട് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ആദില പുറത്തേക്ക് പോവാതെ അത് പ്രാങ്ക് ആണെന്ന് മനസ്സിലായ സമയത്ത് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഇതാണ് അവരുടെ നിലപാട്. ആ ഒരു സാധനം ഇല്ല എന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി. ഒരു സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി ലക്ഷ്മി ഇവരെ കുറിച്ച് സംസാരിച്ച സമയത്തും ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ആദിലയും കൂടി ചേർന്നിരുന്നാണ് ഇത് സംസാരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ അടുത്ത് അപ്പാണിക്കിട്ടൊരു വലിയൊരു അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. റിസാനോട് നടക്കുന്നു ഇവർ പുറത്തു പോകുമ്പോൾ ബിൻസിയായിട്ട് ബിൻസിനെ ഇപ്പം ഒരു കോംബോ കളി കളിക്കുന്നുണ്ട് ഇപ്പൊ ബിൻസിയായിട്ട്. ശ്രദ്ധിച്ചതിനൊക്കെ ഇനി ശ്രദ്ധിച്ചോ. ഇനി ഇക്ക ശ്രദ്ധിക്കണം. ഇല്ലില്ല അവിടെ ഒന്നും ഇല്ല. നിങ്ങളിത് കണ്ടില്ലേ? ഇതിനകത്ത് ആരൊക്കെയുണ്ട്? ശൈത്യയുണ്ട്, ആദിലയുണ്ട്, നൂറയുണ്ട്, ഷാനവാസ് ഉണ്ട്, ശൈത്യയുടെ ബാക്കിൽ അനുമോളുണ്ട്. അനുമോൾ ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ? ഈ വിഷയം ഷാനവാസിനോട് പറയുന്നത് ആരാണ്? ശൈത്യയാണ് പറയുന്നത്. പക്ഷേ പുറത്ത് വന്നേക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ശരിക്കും റിയൽ കട്ടപ്പ ആരാണ്? ഈ കട്ടപ്പ എന്നുള്ള പേര് ശരിക്കും ചേരുന്നില്ല. അതുക്കും മേലൊരു പേരാണ് വേണ്ട ശൈത്യക്ക്. പക്ഷെ വേറെ പേരൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വീണ്ടും കട്ടപ്പ എന്ന് വിളിക്കുന്നത്. കട്ടപ്പ എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കാളകൂടം എന്ന് തന്നെ വിളിക്കേണ്ടി വരും. കാളകൂട വിഷം പോലും ശൈത്യയുടെ മുന്നിൽ മാറി നിൽക്കും. അമ്മാതിരി വിഷമാണ്. ഇനി ശൈത്യ അനുവിനെ പുറകെ നിന്ന് കുത്തുന്ന നിങ്ങൾക്ക് കാണണ്ടേ? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങളോട് ആരോടെങ്കിലും അനുവിന്റെ കുറ്റം എന്ന് നിങ്ങളോട് ആരോടെങ്കിലും അനുവിന്റെ കുറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് ആരോടൊക്കെ ചോദിക്കുന്ന? അപ്പാനിയോടും, ആര്യനോടും, ബിന്നിയോടും. ഇത്രയും പേര് അവിടെ ഉള്ളത്. നെക്സ്റ്റ് കാണിക്കുന്ന ഷോട്ട് ഒന്ന് കണ്ടു നോക്കണം. എന്താണ് ശൈത്യ അനുവിനെ കുറിച്ച് ഇവരോട് സംസാരിക്കുന്നത് എന്നുള്ളത് കേട്ടു നോക്കാം. ബി ഓണസ്റ്റ്, എന്താണ് സാധനം? സീക്രട്ടിന്റെ കാര്യം. അതായത് ഫസ്റ്റ് ഒരു ലവ് ട്രാക്ക് പോലായിരുന്നു അല്ലേ? എനിക്കത് അവളുടെ വായിന്ന് വരണം എന്നുണ്ടായിരുന്നു. അതിനാണ് ലവ് ട്രാക്ക് ട്രൈ ചെയ്തിട്ടേ ഇല്ലല്ലോ എന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു ഇഷ്ടം ആ ഒരു സാധനം കിട്ടൂല. ഞാൻ അനീഷേട്ടനെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്ത ഒരാളായിരുന്നു. ആ ഒരു സ്നേഹം വെച്ചിട്ട് പറയുമ്പോ അവള് വെറുതെ ചുമ്മാ നാടകം കളിച്ച് ഒരാളുടെ മനസ്സിങ്ങനെ ആക്കുവാണെങ്കിൽ അത് അറിയണമല്ലോ നമുക്ക്. അതല്ല, വെറുതെ നാടകം കളിക്കുകയാണെങ്കിൽ അത് പൊളിച്ചു. കാര്യം ഒരാളെ തകർക്കാൻ പാടില്ല, ഒരാളുടെ ഇമോഷൻ വെച്ച് കളിക്കാൻ പാടില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. കാര്യം അവള് സ്നേഹം പോലെ കാണിക്കുന്നു. ഇല്ലേ, ബാക്ക് സ്റ്റാബിങ് ആരാ ചെയ്തെന്നറിയാവോ? നിന്റെ PR. അവൻ തന്നെയായിരുന്നു എന്റെ PR. എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എന്തോരം പൈസ അവൻ വായിച്ചെന്നറിയാവോ? എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി വീഡിയോ ഇട്ടിട്ടാണ് അവൻ ബാക്ക് സ്റ്റാബ് എന്നും പറഞ്ഞിട്ട് കുറെ കട്ടപ്പയുടെ സാധനം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടില്ല. ശരിക്കും കട്ടപ്പ എന്ന് പറഞ്ഞ ആ പേരിട്ട് കൊടുത്തത് ഏഷ്യാനെറ്റ് തന്നെയല്ലേ? ഏഷ്യാനെറ്റാണ് ശൈത്യക്ക് കട്ടപ്പ എന്നുള്ള ഒരു പേരിട്ട് കൊടുത്തത്. പിന്നെ ഈ PR-ന്റെ കഥ, നിന്റെ PR തന്നെയാണ് എന്റെയും PR ചെയ്യുന്നതെന്ന് ശൈത്യ പറയുന്നു. ഈ കക്കാൻ അറിയാമെങ്കിൽ നിൽക്കാനും പഠിക്കണമെന്ന് പണ്ടത്തെ ആൾക്കാർ പറയും. മോൾക്കത് അറിയില്ല. കട്ടു അതങ്ങ് വിളിച്ച് പറയുകയാണ്. നിന്റെ PR തന്നെയാണ് എൻ്റെ PR. വിനു എന്ന് പറയുന്നു ഞാൻ അനുമോളുടെ PR അല്ലെന്ന് പറയുന്നു. അനുമോൾക്ക് PR-ന്റെ ആവശ്യമില്ലെന്ന് വിനു പറയുന്നു. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇനി PR, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, PR ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം? ബിഗ് ബോസിൽ സർവൈവ് ചെയ്യണമെങ്കിൽ PR അത്യാവശ്യമാണ്. പറ്റുന്ന പോലെ ആൾക്കാർ ചെയ്യുന്നു, നിൽക്കാൻ പറ്റുന്നിടത്തോളം നിൽക്കുന്നു. അതിന് ഒരാൾ മാത്രമാണോ PR കൊടുത്തത്? അനുമോൾ മാത്രമാണ് PR കൊടുത്തേക്കുന്നത്, മറ്റുള്ള ആർക്കും ഇല്ലേ? ഞാൻ നിങ്ങൾക്ക് ഒരു ഫോട്ടോ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അക്ബറിന്റെ വൈഫും ഫാമിലിയും ചേർന്നൊരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അക്ബറിന്റെ ഒരു പാട്ടിന്റെ ഒരു ആൽബത്തിന്റെ ലോഞ്ച്. അതിനകത്ത് വന്ന വ്യക്തികളുടെ ഫോട്ടോയാണ് ഈ കാണുന്നത്. ഇതിൽ ആരൊക്കെയാണ് ഉള്ളത്? അപ്പാനിയുണ്ട്, ശാരികയുണ്ട്, ബിൻസിയുണ്ട്, ശൈത്യമുണ്ട്. മെയിനായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്ത 4 വ്യക്തികൾ. ഇവർ ഈ പ്രോഗ്രാമിൽ സംസാരിക്കുന്നുണ്ട്, വോട്ട് ചോദിക്കുന്നുണ്ട്, അക്ബറിനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത് PR-ന്റെ ഭാഗമല്ലേ? ആ പ്രോഗ്രാം തന്നെ ഒരു PR അല്ലായിരുന്നോ? അപ്പോൾ അക്ബറിന് PR ഇല്ലേ? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത്? നിങ്ങൾ വിചാരിക്കുന്നു അനുമോളെ വന്ന് ഒന്ന് താറടിച്ച് കാണിച്ചാൽ പുറത്ത് അനുമോൾക്കുള്ള ഇമേജ് മാറും, അനുമോള് നെഗറ്റീവ് ആകും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങും അറിയാൻ പറ്റും എന്താണ് മാറ്റം എന്നുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അനുമോൾ കപ്പടിക്കണമെന്നാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അത് എന്ത് PR-ഓ എന്ത് ORM-ഓ എന്തോ ആയിക്കോട്ടെ. പക്ഷേ നിങ്ങളുടെ മുന്നിൽ ആ കുട്ടി കപ്പടിച്ച് വിന്നറായിട്ട് നിൽക്കുന്ന എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കറിയില്ല നടക്കുമോ ഇല്ല എന്നുള്ളത്, പക്ഷേ അങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സോ ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. ദ റിയൽ കട്ടപ്പ അല്ല കാളകൂടം ഈസ് ശൈത്യ, ആദില ആൻഡ് നൂറ. 3 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം.
ഒരു പ്രശ്നവുമില്ല. ഇനി നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്നിട്ട് നീ അനുവിന്റെ PR അല്ലടാ ചോദിച്ചാൽ ഞാൻ സന്തോഷത്തോടെ സമ്മതിക്കും, അതെ ഞാൻ തന്നെയാണ് PR എന്ന് പറയും. അല്ലെങ്കിൽ നീ അനീഷിന്റെ PR അല്ലടാ, അതെ അനീഷിന്റെ PR ആണ്. നാളെ ചിലപ്പോൾ വേറൊരാളുടെ PR ആവും. ഹൗസിൽ കാണുന്ന തോന്നിവാസങ്ങൾ നമ്മൾ വിളിച്ചു പറയും. അപ്പോൾ അതിന് ആരെയാണോ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന അയാളുടെ PR ആയിട്ട് മാറുവാണെങ്കിൽ, മാറ്റപ്പെടുവാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കും. സോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതുക. എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതും എഴുതുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.